ഗഫൂർക്ക, ഈ എണ്ണ വില കുറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടുണ്ടാവൂലേ? എണ്ണ വില കുറഞ്ഞോ? എന്താണ് ഗഫൂർക്ക, നിങ്ങൾ ഈ പത്രമൊന്നും വായിക്കല്ലേ? എണ്ണ വില ഇടിഞ്ഞെന്നും പറഞ്ഞ് ദിവസവും പത്രത്തിൽ കാണാറില്ലേ? ഓ, ക്രൂഡ് ഓയിൽ വില അത് കുറഞ്ഞ നമ്മക്ക് എന്ത് കാര്യോ? ഇങ്ങളെ ചായക്ക് കടിപൊളിക്കാൻ എണ്ണ ഉപയോഗിക്കുന്നതല്ലേ, അപ്പൊ ഇങ്ങക്ക് മെച്ചല്ലേ? ഓ, ഈ എല്ലാം എന്താണല്ലോ. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാല് പെട്രോളിന് ഡീസലിന് വില കുറയൂ, അല്ലാണ്ട് കായപ്പത്തിന്റെയും മയമുറിന്റെ അല്ല. ഇങ്ങനെ കുറ്റം പറയാൻ പറ്റൂല. ക്രൂഡ് ഓയിൽ വില ഇത്രയും കുറഞ്ഞിട്ടും പെട്രോളിനും ഡീസലിനും കാര്യമായ വിലമാറ്റം വന്നില്ലല്ലോ. എന്നാ പിന്നെ ക്രൂഡ് ഓയിൽ കൊണ്ട് പഴംപൊരിയും പരിപ്പുവടയും ഉണ്ടാക്കിയ അതിന്റെ വിലയെങ്കിലും കുറക്കാലോ എന്ന് ഉദ്ദേശിച്ച് ചോദിച്ചതാവും. എക്സ്ക്യൂസ് മീ. അല്ല, ഐറ്റത്തൊന്നും ഇവിടെ ഇല്ല. ചായ മയമുറി ഉണ്ട്. അതല്ല മിസ്റ്റർ, ഇവിടുന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴി ഏതാ? അത് സിമ്പിൾ അല്ലേ, നേരെ കോരപ്പുഴ വഴി വിട്ടാ മതി. അയിലേ പോണ്ട. ഇപ്പൊ സമയം 10 മണിയായില്ലേ? ഇപ്പൊ അതിലൂടെ ഒരു കേരള രക്ഷാ മാർച്ച് വരുന്നുണ്ട്. അപ്പോ എന്ത് ചെയ്യും? ഇവിടുന്ന് പാവങ്ങാട് വഴി പോയി പുതിയ ബൈപ്പാസ് കൂടെ വിട്ടോ. അത് തീരെ നടക്കൂല. മൂപ്പർ അവിടെ എത്തുമ്പോഴത്തേക്കും 10:30 ജനരക്ഷാ മാർച്ച് കുടുങ്ങിപ്പോ. ഓ ഡാം ഷിറ്റ്, എനിക്ക് വളരെ അർജന്റ് ആണ്. എന്തെങ്കിലും ഒരു വഴി പറയൂ പ്ലീസ്. ഒരു വഴിയുണ്ട്. ഇവിടുന്ന് 8 കിലോമീറ്റർ പിന്നോട്ട് പോയി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തു. അവിടുന്ന് 11 മണിന്ന് ഇന്റർസിറ്റി കയറിയാല് 1.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരെത്തു. 1.5 മണിക്കൂർ? അപ്പൊ 12:30. അത് തീരെ പറ്റൂല. 12:30 ഒരു ഭാരതരക്ഷാ മാർച്ച് കണ്ണൂരിൽ തുടങ്ങുന്നുണ്ട്. ട്രെയിനിൽ പോയാ സ്റ്റേഷനിൽ ഇറങ്ങിയാ നേരെ ആ ബ്ലോക്കിൽ കൊടുങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടിയാ കാറിൽ പോകാമെന്ന് കരുതിയത്. പടപേടിച്ച് 12 എന്നപ്പോ 12 കൊടുത്തിപ്പടാന്ന് പറഞ്ഞ പോലെ ആയില്ലോ. ഈ പോക്ക് പോയാല് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മള് ജനങ്ങൾ എന്നൊരു മാർച്ച് നടത്തേണ്ടി വരൂ. എസ്കേപ്പ് ഫ്രം പൊളിറ്റിക്സ് എന്ന പേരില്. ഇല്ലം ഇലക്ട്രോണിക്സ് ആൻഡ് ഗിഫ്റ്റ് സെന്റർ, മാവൂർ റോഡ്, കാലിക്കറ്റ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. പിക്നിക് ഡേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്.